അപ്പൊ നമ്മള് പഴം ബോണ്ട അല്ലെങ്കിൽ പഴക്കേക്ക് ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. നല്ല പഴുത്ത പാളയംതോടൻ പഴം. പഴുത്ത പഴം തന്നെയാണ് ഇത് വേണ്ടത്. ഇത് വ്യക്തമായിട്ട് പറയൂ. എനിക്കറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, അത് എനിക്ക് പറഞ്ഞപ്പോഴേ പാളയംതോടൻ. പാളയംതോടൻ. ഇത് ഓംലേറ്റ് പോലെയായി. പാളയംകോടൻ ആണോ? എന്താ ആണോ? പാളയംകോടൻ പഴമൊന്നല്ലേ? അല്ല, ഇവിടെ ആർക്കും അറിയില്ലേ? അവർക്കും ഒരു ഡൗട്ട്. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് പാളയം തോടൻ, ഇത് പാളയം കോടൻ, അപ്പൊ ഇതിലേതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ആ സാധനം നല്ല പഴുത്ത ഒരു പഴം. ആദ്യം നമുക്ക് ഇതിന്റെ ശർക്കര നീ പാനി വെച്ച് അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് ഞാൻ മാവ് ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഗോതമ്പ് പൊടിയാണ്. ഇത് നല്ല ടാസ്ക് ആണ് ഗൈസ്. അത് ഉരുക്കിയെടുക്കുന്ന ഒരു ടാസ്ക് ആണ്. ഞാൻ ശർക്കര ലായനി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. കുറച്ച് ഏലക്കാപ്പൊടി. ഇനി നമുക്ക് ശർക്കര ലായനി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് വെക്കാം. അടുപ്പിലേക്ക് വെക്കാം. ഈ സമയത്ത് എന്താ ചെയ്യണ്ടേ? ഈ സമയത്ത് ഈ പഴം ഒന്ന് മിക്സ് ചെയ്ത് ഇത്രയും പഴം കൺസിസ്റ്റൻസി കറക്റ്റ് ആണ് ഗൈസ്. സോ അങ്ങനെ നമ്മൾ പഴം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മുടെ മാവിലേക്ക് തട്ടുന്നു. സോ അങ്ങനെ നമ്മൾ ശർക്കര പാനിയും ഗോതമ്പും പഴവും പിന്നെന്താണ് ലേശം ഉപ്പ് പിന്നെ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ ഒന്ന് ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് സമയം അവനൊന്നും അങ്ങോട്ട് ഇരിക്കട്ടെ. ഹലോ, എന്ത് തേങ്ങ അല്ല എന്ത് ചെയ്തോണ്ടിരിക്കണ തേങ്ങ പഴംപൊരിക്ക് എപ്പോഴും കഴിഞ്ഞ് ഇത്ര സമയം നോക്കണ്ടോ? അല്ല അല്ലാതെ നിങ്ങളിപ്പോ ഷോയില് നിൽക്കണേ, അതുകൊണ്ടാണ് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് അതും കൂടെ കൊണ്ടുവരാൻ സെറ്റാണ്. തിളച്ച് മറിഞ്ഞിരിക്കുന്നത് നിന്റെ ചുണ്ട് പൊള്ളും വിചാരിച്ചാണ്. നോക്കട്ടെ, തേങ്ങ ഓക്കെ ഇടറ കള്ള. ഓ ചേച്ചിയുടെ പൂക്കൾ ഇല്ല. കഴിക്കുമ്പോ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിനകത്തുനിന്ന് എള്ളല്ല കിട്ടുന്നത്. ചിലപ്പോ കമ്മലിരിക്കുന്ന ചെറിയ ആണിയോ എല്ലാവരും ശ്രദ്ധിക്കുക കഴിക്കുമ്പോ. അങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞത് അങ്ങനെ ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായോ? അവൻ തിളക്കുകയാണ് ഗൈസ്. എന്റെ ആദ്യത്തെ എനിക്ക് കിട്ടിയൊരു പ്രോത്സാഹന സമ്മാനമാണ്. അത് ചിലർ കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടില് കുന്നോളം ക്ഷേത്രമുണ്ട്. അപ്പൊ ക്ഷേത്രത്തില് ഞങ്ങളുടെ നാട്ടിലൊരു ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ വളരെ ചെറിയ പ്രായത്തില് ഒരു 5-6 വയസ്സുള്ള സമയത്ത് ഒരു നാടകം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ നാടകം കഴിഞ്ഞിട്ട് എല്ലാവരും എന്നെ എടുത്തോണ്ട് കിടന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ മാമ എന്നെ വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് എനിക്ക് പഞ്ച് തന്നു. നിന്റെ അഭിനയം നന്നായിരുന്നു പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയ സമ്മാനമായിരുന്നത്. അപ്പൊ ശിവാനന്ദ മാമൻ ഓർത്തുകൊണ്ട് നമുക്ക് തരുവോ? ഒന്ന് തണുക്കണം. ജസ്റ്റ് തണുത്താലേ ആ ഒരു നല്ല മധുരം, നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ. നമ്മുടെ അടുക്കള കാണാൻ ഒരാളെത്തിയിട്ടുണ്ട്, അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ട് എന്താണ് അഭിപ്രായം ചോദിക്കാം. അതെ. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന വേറൊരാള് കഴിച്ചിട്ട് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷവും അതിനെ കുറിച്ചുള്ള അഭിപ്രായം കറക്റ്റ് കിട്ടുന്ന. ഇതുപോലെ ഓരോ വിഭവങ്ങൾക്ക് പിന്നിൽ ഓരോ കഥകളുണ്ടല്ലേ, ഓരോരുത്തർക്കും പറയാനായിട്ട്. ശരിയാ, കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാം നമുക്ക്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴം കൊണ്ടുണ്ടാക്കിയ വിഭവമാണ്. ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളും കഥകളും അതുപോലെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ പഴം കേക്ക് റെഡി ടു ഈറ്റ്. ഇനി ഇത് ഗസ്റ്റിന് കൊടുത്തിട്ട് ഗസ്റ്റിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഓക്കെ ബൈ. ഞങ്ങൾ പറഞ്ഞു പഴംപൊരിയുണ്ട്, പഴക്കേക്കെന്നോ സ്പഞ്ചെന്നോ പഴകുണ്ടെന്നോ എന്തോ. അല്ല, അത് വേറെ ആരും അശ്വിന്റെ മൈൻഡ് മനസ്സിലാക്കിയല്ല. അനീഷേട്ടൻ അത് സെറ്റ് ചെയ്ത. അതൊക്കെ ഇതെന്താ സംഭവം? മുല്ലപ്പൂ മുല്ലപ്പൂട്ട് ഉണ്ടപ്പോലെ കഴിക്കുന്നു. അങ്ങനെ വേണമെന്ന്. ദീപന്
അത് മുല്ലപ്പൂ ആഡ് എഴുതി ചെയ്തിട്ടുണ്ടോ അതിനകത്ത്? എഡിബിൾ ആയിട്ടല്ലേ ഏലക്കയുണ്ട്. അല്ല അപ്പൊ ഡെക്കറേഷൻ അത് ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ ദിവസം പപ്പായ അല്ലേ തേങ്ങാക്കൊത്താണ് അതെ 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 തേങ്ങാക്കൊത്ത മുല്ലപ്പൂ മണമുള്ള പഴംപോണ്ട അത് ഞാനും ആദ്യമായിട്ട് കഴിക്കാൻ പോകും. കാരണം ഇത് നമ്മുടെ പാരമ്പര്യ നമ്മുടെ എന്താ ഒരു ഗ്രാമീണ ഒരു ഫുഡ് സ്നാക്കാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. എല്ലാവരും സേമിയ കഴിക്കാം. നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സെലിബ്രിറ്റി കിച്ചൺ മാജിക് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മാത്രമാണ്, നമ്മൾ ഈ 10 പേരല്ലാതെ നമുക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഉൾപ്പെടെ ഒരുപാട് ടെക്നിക്കൽ ക്രൂസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇന്ന് ഞങ്ങളുടെ അജിച്ചേട്ടന്റെ ജന്മദിനമാണ്. ക്യാമറയിലുള്ള അജിയേട്ടന്റെ. അപ്പൊ എല്ലാവരും Happy birthday, dear Anjana. Happy birthday to you. അപ്പൊ അശ്വിൻ, നമ്മൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാം. ഫുഡ് എല്ലാവർക്കും കൊടുത്തെങ്കിൽ ഇനി ഗുണ്ട് കൊടുത്തില്ല. തരാം തരാം. ഞാനും കഴിച്ചില്ല ഗുണ്ട്. ഓക്കെ.